അറിയില്ല, ഞാനല്ല ഇങ്ങനെ ആക്കണ്ടേ. നമസ്കാരം, കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുകുളം നഗരസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 26 കൌൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു. നഗരസഭാ സെക്രട്ടറി ഷീബ എസിന്റെ അധ്യക്ഷതയിൽ നഗരസഭയിൽ നടന്ന യോഗത്തിൽ റിട്ടേണിംഗ് ഓഫീസർ VP സിൻഡോ മുതിർന്ന കൌൺസിലറായ മാർക്കോസ് ഉലഹന്നാന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലി നൽകി. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുതിർന്ന അംഗമായ മാർക്കോസ് ഉലഹന്നാന്റെ നേതൃത്വത്തിൽ ആദ്യ യോഗം ചേർന്നു. നഗരസഭയുടെ മികച്ച പ്രവർത്തനത്തിന് രാഷ്ട്രീയം മറന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് നഗരസഭാ സെക്രട്ടറി ഷീബ എസ് അംഗങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ മാസം 26-ന് നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പും അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പും നടക്കും. സന്തോഷമുള്ള ദിനമാണ്. നമ്മുടെ നഗരസഭ എറണാകുളം ജില്ലയിൽ 13 എണ്ണത്തിൽ ഏറ്റവും നല്ല ഒരു നഗരസഭയായി വളർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാവരുടെയും സഹകരണം, അഭിമാനവും ഉണ്ടാവണമെന്ന് മാത്രമാണ് ഇത്തരത്തിൽ പറയാനുള്ളത്. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മുടെ സെക്രട്ടറിയോട് സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഓരോ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളായിട്ടാണ് എത്തിയിരിക്കുന്നതെങ്കിലും ഇനി രാഷ്ട്രീയം മറന്നുകൊണ്ട് നമ്മുടെ നഗരസഭയുടെ സമഗ്ര വികസനത്തിനു വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുവാനുള്ളത്. എറണാകുളം ജില്ലയിൽ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൂത്താട്ടുകുളം ജനസംഖ്യയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ചെറിയ നഗരസഭയാണ്. ഏറ്റവും ചെറിയ നഗരസഭയായിട്ടും നമുക്ക് ഒട്ടനവധി പരിമിതികൾ ഉണ്ടായിരുന്നു. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു നഗരസഭയായി കൂത്താട്ടുകുളത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. പാർലമെന്റ് പാസ്സാക്കിയതിന് ശേഷം വിപുലമായ അധികാരങ്ങൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കൗൺസിലിന് ലഭിച്ചിട്ടുണ്ട്. ഈ നാടിൻ്റെ വികസനത്തെ സംബന്ധിച്ച് വളരെയേറെ ചർച്ച ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർന്നു വന്നിട്ടുണ്ട്. വലിയ വാഗ്ദാനങ്ങളും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ നൽകിയിട്ടുമുണ്ട്. നമ്മുടെ രാജ്യം നൽകുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൂത്താട്ടുകുളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന്, കഴിഞ്ഞ കാലങ്ങളിലെ വികസനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ കൂടി മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മധ്യ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന നിലയിൽ കൂത്താട്ടുകുളത്തിനുണ്ടായിരുന്ന പ്രാധാന്യം കഴിഞ്ഞ കാലങ്ങളിൽ അത് ആ പ്രാധാന്യം ഉണ്ടായിരുന്ന പ്രാധാന്യത്തിനൊപ്പമുള്ള ഒരു വളർച്ച നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ കൂടി എല്ലാവർക്കും അറിയുന്നത് പോലെ ഭരണസമിതി എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. കഴിഞ്ഞ 5 വർഷവും അതിനു മുമ്പും ഭരിച്ച ഭരണസമിതികൾ കൂത്താട്ടുകുളത്തെ നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പല കാര്യങ്ങളിലും നമ്മുടെ കൂത്താട്ടുകുളത്തെ സമൂഹ മധ്യത്തിൽ ജനങ്ങളുടെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ തന്നെ വലിയ മുന്നേറ്റം നമുക്കുണ്ടാക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. ആ മുന്നേറ്റം തുടർന്ന് ഇപ്പോൾ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുള്ള ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അധികാരം ഏൽക്കുന്ന പ്രഥമ ഭാരവാഹികളായിട്ടുള്ള ചെയർമാനും വൈസ് ചെയർമാനും മറ്റ് അനുബന്ധ ഭാരവാഹികളും എല്ലാവരും ചേർന്നു ഈ നഗരസഭയെ എല്ലാ രംഗത്തും നല്ല രൂപത്തിലുള്ള വികസന കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാനും സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്കാകാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടും മുന്നോട്ട് പോകാൻ നടത്തുന്ന എല്ലാ പ്രവർത്തനത്തിനും ആത്മാർത്ഥമായ പിന്തുണയും സഹായവും ഉറപ്പാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.